താൻ ചെയ്യുന്നത് മുഴുവൻ ശരിയാണെന്ന് അടിയുറച്ച് വിശ്വസിച്ച ഒരാള്. പക്ഷേ അയാളുടെ പ്രവൃത്തികൾ പുറം ലോകം അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ അയാളൊരു രാക്ഷസനായിരുന്നു, അല്ലെങ്കിൽ ഒരു ചെകുത്താൻ എന്ന് പറയാം. അയാൾക്ക് 3 തരം മാനസിക രോഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ഗുരുതരം ഷിസോഫ്രീനിയ ആയിരുന്നു. അയാൾ ജീവിച്ചിരുന്നത് നമ്മളോടൊപ്പം ആണെങ്കിലും മനസ്സുകൊണ്ട് അയാൾ മറ്റൊരു ലോകത്തായിരുന്നു. മരിച്ചവരോട് സംസാരിക്കുകയും അവർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള ഒരു ലോകം. അയാൾക്ക് ഗൈനഫോബിയ ഉണ്ടായിരുന്നു, അതായത് ജീവനുള്ള സ്ത്രീകളെ പേടിയായിരുന്നു. ഒരു പെണ്ണ് അടുത്ത് വന്ന് സംസാരിച്ചാൽ പോലും അയാളുടെ കൈകൾ വറക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ജീവനുള്ള സ്ത്രീകൾ എന്ന് പ്രത്യേകം പറഞ്ഞെന്നറിയാമോ? കാരണം ജീവനുള്ളവർ പ്രതികരിക്കും, അവര് എതിർക്കും. പക്ഷെ മരിച്ചവര് അങ്ങനെയല്ല. അക്കാര്യം അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അയാൾക്ക് താല്പര്യം മൃതദേഹങ്ങളോടായിരുന്നു. അതായത് അയാളൊരു നെക്രോഫൈലായിരുന്നു. 1957 ബെർണീസ് വേർഡൻ എന്ന സ്ത്രീയെ കാണാതായ കേസ് അന്വേഷിച്ച പോലീസ് അയാളുടെ വീട്ടിൽ കയറി. അവിടെ കണ്ട കാഴ്ചകൾ ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു. മനുഷ്യന്റെ മാരടത്തിലെ ഞെട്ടുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബെൽറ്റ്. വെറും ബെൽറ്റല്ല, പച്ചയായിട്ടുള്ള മനുഷ്യമാംസം, മനുഷ്യന്റെ തൊലി പൊതിഞ്ഞ കസേരകളും വിളക്കുകളും, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത പലതും അവിടെ ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിനുള്ളിൽ 9 സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങൾ, അവരെയൊക്കെ കൊന്ന് മുറിച്ചെടുത്ത് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അയാൾ എന്താണ് ചെയ്തിരുന്നത് എന്ന് മാത്രം അറിയില്ല. പക്ഷേ ഇതൊക്കെ അയാളുടെ വീട്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ പറയുന്നതിന്റെ വെറും 1% മാത്രമാണ്. വളരെ ഇരുണ്ട, വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു കഥയാണിത്. നിങ്ങൾക്ക് മാനസികമായിട്ട് അത് താങ്ങാൻ കഴിയുമെങ്കിൽ മാത്രം ബാക്കി കാണുക. ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എഡ് ഗ്രീൻ എന്ന മനുഷ്യനെ കുറിച്ചാണ്. 1954 നവംബർ 16 അമേരിക്കയിലെ പ്ലെയിൻഫീൽഡ് എന്ന ചെറിയ ഗ്രാമം, വെറും 800-ൽ താഴെ മാത്രം ആളുകളുള്ള ഒരു സ്ഥലം. അവിടെ എല്ലാവർക്കും എല്ലാവരെയും അറിയാമായിരുന്നു. എന്നും കാണുന്നവർ, വിശേഷങ്ങൾ പങ്കുവെക്കുന്നവർ, ആരെന്ത് ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു, എല്ലാം എല്ലാവർക്കും അറിയാം. വളരെ സമാധാനമുള്ള പീസായിട്ടുള്ള ഒരു സ്ഥലം. അവിടെ കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെ നടക്കാറില്ല. പക്ഷേ ഒരു ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം അവിടെ നടക്കുകയാണ്. അവിടുത്തെ ഒരു കടയുടമ ബെർണീസ് വേർഡനെ പെട്ടെന്ന് കാണാതായി. അവർ ഇരുന്നിരുന്ന സ്ഥലത്ത് രക്തക്കറകൾ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് അവരുടെ മകന് ഉറപ്പായിരുന്നു. അവൻ ഉടനെ തന്നെ അവിടെയുള്ള പോലീസ് ആർദറെ വിവരമറിയിച്ചു. അമ്മ കടയിലുണ്ടായിരുന്നു, പെട്ടെന്ന് കാണാതായി, അവിടെ രക്തമുണ്ട്. അവൻ എല്ലാം ആ പോലീസുകാരനോട് പറഞ്ഞു. ആർദർ അന്വേഷണം തുടങ്ങി. കടയിലെ കണക്ക് പുസ്തകം പരിശോധിച്ചപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. ഇന്ന് രാവിലെ 10:00 എഡ് ഗ്രീൻ അവിടെ വന്നിരുന്നു എന്നുള്ളതാണ്. അയാൾ ഒരു ഗാലൻ ആന്റിഫ്രീസ് വാങ്ങിയിട്ടുണ്ട്. അയാൾക്ക് ശേഷം ആരും അവിടെ വന്നിട്ടില്ല. ആർദറിന് സംശയം തോന്നി. നാട്ടുകാരുടെ കണ്ണിൽ എഡ് ഒരു പാവമായിരുന്നു. ബുദ്ധി അല്പം കുറഞ്ഞ, ഒന്നിനും പ്രാപ്തിയില്ലാത്ത ഒരാള്. ഇങ്ങനെയുള്ള ഒരാൾ ഇത് ചെയ്യുമോ എന്ന് ആർദർ ആദ്യം സംശയിച്ചു. എങ്കിലും ഒന്ന് ഉറപ്പിക്കാൻ ആ പോലീസുകാരനും ബെർണീസിന്റെ മകനും കൂടിയിട്ട് എഡിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ എഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ വീടിന്റെ വാതില് തുറന്നു കിടക്കുകയായിരുന്നു. അവർ അകത്തേക്ക് കയറി. വാതിൽ തുറന്നതും സഹിക്കാനാവാത്ത ഒരു ദുർഗന്ധം, വല്ലാത്തൊരു നാറ്റം കാരണം ആ പോലീസുകാരൻ പുറത്തേക്ക് ഓടിപ്പോയി ശ്രദ്ധിക്കുകയാണ്. പിന്നീട് ധൈര്യം സംഭരിച്ച് അയാൾ അകത്തേക്ക് കയറുകയാണ്. അവിടെ കണ്ടത് മനുഷ്യന്റെ തലയോട്ടികളാണ്. ചിലത് പാത്രങ്ങൾ പോലെ മുറിച്ചു വെച്ചിരിക്കുന്നു. അതിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. അയാൾ അതിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. മനുഷ്യന്റെ തൊലി കൊണ്ട് തുന്നിയ കസേരകളും വിളക്കുകളും. ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഫ്രിഡ്ജ് തുറന്നപ്പോൾ 9 സ്ത്രീകളുടെ അവയവങ്ങളാണ് കണ്ടത്. ഒരു പ്ലാസ്റ്റിക് കവറിൽ മനുഷ്യന്റെ മുഖം, അത് ഉണക്കി ഒരു മാസ്ക് പോലെ വെച്ചിരിക്കുകയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു മാസം മുമ്പ് കാണാതായിട്ടുള്ള മേരി ഹോഗൻ എന്ന സ്ത്രീയുടേതാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഇതോടെ എല്ലാം വ്യക്തമായി. ആ നാട്ടിൽ നടന്ന തിരോധാനങ്ങൾക്ക് പിന്നിലെ എഡ് ഗ്രീൻ ആണ്.
അന്വേഷണം തുടർന്നപ്പോൾ അയാളുടെ അലമാരയിൽ മനുഷ്യത്തൊലി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വസ്ത്രം കണ്ടു. സ്ത്രീയുടെ മാറിടം ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ, അതെല്ലാം ചേർത്ത് തുന്നിയ ഒരു ഡ്രസ്സ്, അടുക്കളയിൽ ഒരു മനുഷ്യ ഹൃദയം. അത് അപ്പോൾ തന്നെ എടുത്തതുപോലെ ഫ്രഷ് ആയിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ബെർണീസിനെ കാണാതായത്. പിന്നീട് ഗാരേജിൽ കണ്ടത് ഭീകരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരു മൃതദേഹം കാലുകൾ മേലോട്ടാക്കി കെട്ടി തൂക്കിയിരിക്കുന്നു. അതിൻ്റെ തല കാണാനില്ല. താഴെ ഒരു പാത്രത്തിനടുത്ത് നോക്കിയപ്പോൾ ബെർണീസ് വേടൻ്റെ വെട്ടിമാറ്റിയ തല അവിടെ ഇരിക്കുന്നുമുണ്ട്. തൻ്റെ അമ്മയുടെ ആ അവസ്ഥ കണ്ട് മകൻ ആകെ തകർന്നുപോയി. ഒരു മൃഗത്തെ പോലെ അമ്മയെ തൂക്കിയിട്ടിരിക്കുന്നു. അവയവങ്ങളില്ല, തല വേറെ. അപ്പോഴേക്കും നാട്ടുകാർ അവിടെ കൂടി. എഡ്ഗിൻ വളരെ ശാന്തനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. യാതൊരു എതിർപ്പും കൂടാതെ അയാൾ ചെയ്ത കുറ്റങ്ങളെല്ലാം പോലീസുകാരുടെ മുമ്പിൽ സമ്മതിച്ചു എന്നുള്ളതാണ്. ആരാണ് ഈ എഡ്ഗിൻ? 1906 അമേരിക്കയിലെ വിസ്കോൺസിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അച്ഛനും അമ്മയും ഒരു ചേട്ടനും അടങ്ങുന്ന കുടുംബം. അച്ഛനൊരു മദ്യപാനിയായിരുന്നു. എപ്പോഴും അമ്മയെ ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പുരുഷന്മാരോട് കടുത്ത വെറുപ്പായിരുന്നു. എഡ് ജനിച്ചപ്പോൾ ഒരു പെൺകുട്ടി മതിയായിരുന്നു എന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. മകനുണ്ടായത് തൻ്റെ പാപത്തിൻ്റെ ഫലമാണെന്ന് അവർ വിശ്വസിച്ചു. വളരെ കർക്കശമായ നിയമങ്ങളിലൂടെയാണ് അവർ എഡിനെ വളർത്തിയത്. എഡിനെ അമ്മയെ ജീവനായിരുന്നു, ഒപ്പം വലിയ പേടിയും. പുറം ലോകം മോശമാണെന്നും സ്ത്രീകൾ പാപികളാണെന്നും അമ്മ അയാളെ പഠിപ്പിച്ചു കൊടുത്തു. ആരോടെങ്കിലും സംസാരിച്ചാൽ അമ്മ കഠിനമായിട്ട് ശിക്ഷിക്കുമായിരുന്നു. ഇതാണ് അയാളിൽ ആ ഗൈനഫോബിയ ഉണ്ടാക്കിയത്. അയാൾ എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ക്രൈം മാസികകളും മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളുമായിരുന്നു അയാളുടെ വായന. അങ്ങനെ അയാളുടെ ഉള്ളിൽ ഒരു ഇരുണ്ട ലോകം വളർന്നു. 1945 അമ്മ മരിച്ചു. അതോടെ എഡ് ആകെ തകർന്നുപോയി. അമ്മ തന്നെ വിളിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നാൻ തുടങ്ങി. എനിക്ക് തനിച്ചിരിക്കാൻ പറ്റുന്നില്ല, എന്നെ തിരികെ കൊണ്ടുപോകൂ എന്ന് അമ്മ പറയുന്നത് അയാൾ കേട്ടു. ഒരു രാത്രി അയാൾ ശ്മശാനത്തിൽ പോയിട്ട് അമ്മയുടെ ശവം കുഴിച്ചെടുത്തു. വീട്ടിലെത്തിച്ച് അത് വൃത്തിയാക്കി അമ്മയുടെ മുറിയിൽ തന്നെ വെച്ചു. അമ്മ മരിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ച് അയാൾ അവർക്കായിട്ട് ഭക്ഷണം ഉണ്ടാക്കി, അവരോട് സംസാരിച്ചു. അപ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. മരിച്ച അമ്മ തന്നെ വഴക്ക് പറയുന്നില്ല, തടയുന്നില്ല. മരിച്ചവർ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്ന തോന്നല് അയാളിൽ ഉറച്ചു. അവിടെ നിന്നാണ് ആ രാക്ഷസൻ പിറവി കൊള്ളുന്നത്. അയാൾ ശ്മശാനങ്ങളിൽ പോയിട്ട് പുതിയ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കാൻ തുടങ്ങി. ശരീരഭാഗങ്ങൾ മുറിച്ചെടുത്ത് വീട്ടിൽ സാധനങ്ങൾ ഉണ്ടാക്കി. അതിലൂടെ അയാൾക്ക് വലിയ സന്തോഷം കിട്ടി. ഒരിക്കൽ ഒരു പെണ്ണിൻ്റെ മൃതദേഹം കിട്ടിയപ്പോൾ അയാൾക്ക് അവളോട് ശാരീരികമായിട്ടുള്ള ഒരു താല്പര്യം തോന്നുകയാണ്. അയാളത് ചെയ്തു. പിന്നീട് അതൊരു ശീലമായിട്ട് മാറുകയായിരുന്നു. മൃതദേഹങ്ങളോടുള്ള ഈ ലൈംഗിക വൈകൃതം അയാൾ ആസ്വദിക്കാൻ തുടങ്ങി. ഒരു ദിവസം 4 സ്ത്രീകളുടെ ശരീരഭാഗങ്ങളെടുത്ത് അതൊക്കെ കൂട്ടി തുന്നി അയാൾ ഒരു പൂർണ്ണ രൂപം ഉണ്ടാക്കി. അതിനോടും അയാൾ മോശമായി പെരുമാറി എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും പോരാതെ വന്നപ്പോഴാണ് അയാൾ ജീവനുള്ളവരെ കൊന്നു തുടങ്ങിയത്. അമ്മയുടെ ആഗ്രഹം പോലെ ഒരു പെണ്ണായിട്ട് മാറാൻ അയാൾ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഭീകരത. മരിച്ച സ്ത്രീകളുടെ തൊലി ഉരിഞ്ഞെടുത്ത് അയാൾ ഒരു സ്യൂട്ട് ഉണ്ടാക്കി. സ്ത്രീയുടെ അവയവങ്ങൾ ഉള്ള ഒരു തൊലി വസ്ത്രം അത് ധരിച്ച് മേരി ഹോഗന്റെ മുഖം മാസ്ക് പോലെ വെച്ച് അമ്മയുടെ ശവത്തിനു മുന്നിൽ അയാൾ നൃത്തം ചെയ്യുമായിരുന്നു. നോക്കാമ്മേ, അമ്മ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു മകളുണ്ട് എന്ന് അയാൾ ഉറക്കെ പറയുമായിരുന്നു. 1957 അയാൾ അറസ്റ്റിലായി. മാനസിക നില പരിശോധിച്ചപ്പോൾ അയാൾക്ക് ഷിസോഫ്രീനിയയും നെക്രോഫീലിയയും ഉണ്ടെന്ന് തെളിഞ്ഞു. അതുകൊണ്ട് അയാളെ ജയിലിലല്ല, ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് അയച്ചത്. 30 വർഷങ്ങൾക്ക് ശേഷം 1984 തൻ്റെ 77ാമത്തെ വയസ്സിൽ അയാൾ അവിടെ വെച്ച് മരിക്കുകയാണ്. സിനിമകളെ പോലും തോൽപ്പിക്കുന്ന ഭീകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു എഡ്ഗിനിൻ്റേത്.